മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. സെയിൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 verse 33. അതിനാൽ അവർ ഈശോയോട് പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈശോ പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇവിടെ യഹൂദർ ഈശോയെ ചോദ്യം ചെയ്യുകയാണ്. ഈശോ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കുകയാണ് ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകാറില്ലേ? ഒരു സൂപ്പർ ഫാസ്റ്റ് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ ഈ സൂപ്പർ ഫാസ്റ്റ് ഒരു ഓട്ടോയുടെ സൈഡിൽ മുട്ടി. വണ്ടി നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും കൂടെ ഇറങ്ങിച്ചെന്ന് ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടമാനം മോശമായ മ്ലേച്ഛമായ വാക്കുകൾ ചീത്ത പറയാൻ തുടങ്ങി. അയാൾക്ക് പരിശു വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ വന്നല്ലേ നിങ്ങൾ മുട്ടിയത്, എനിക്കാണോ ഇപ്പോൾ കുഴപ്പം? അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബസ്സിന് കുറുകെ ഇട്ടു. അയാളുടെ കൂട്ടുകാരും ഓട്ടോയുമായിട്ട് വന്ന് ബസ്സിന് കുറുകെ ഇട്ടു. പോലീസ് വന്ന് കുറ്റം ബസ്സുകാരുടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അവരുടെ കയ്യിൽ നിന്നും 3000 രൂപ വാങ്ങിച്ച് ഓട്ടോക്കാരന് കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ്. ബസ്സുകാരനെ അല്പം നേരം കൂടി അവിടെ നിർത്തി കാര്യങ്ങളെല്ലാം ചോദിച്ച് ചുരുക്കത്തിൽ താമസിപ്പിച്ച് ആ ബസ്സുകാരനെയും പോലീസ് പറഞ്ഞയക്കുകയാണ്. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്നതാണ്. തെറ്റുകൾ നമ്മുടെ ഭാഗത്താണെന്ന് നമുക്കറിയാം എന്നെങ്കിലും മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ട് നമ്മളതിനെ പ്രതിരോധിക്കുവാൻ പരിശ്രമിക്കുന്ന സാഹചര്യമാണ്. അത് വളരെ നയപരമായി ബുദ്ധിപരമായി ഈശോ കൈകാര്യം ചെയ്തതുപോലെ നമ്മളും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ അത് ഏറ്റുപറയുകയാണ് ഏറ്റവും ഉചിതം. അങ്ങനെ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നീതീകരണമല്ല ആവശ്യം, യാഥാർത്ഥ്യബോധത്തോടെ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് ആവശ്യം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.